ഹായ് ഗായ്സ്. അപ്പം ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് കേട്ടോ കിടന്നുറങ്ങിയത്. ഇവിടെ ഒരു ചെറിയ ആൾ കിടക്കുന്നുണ്ട്. അപ്പം ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്തൊന്നും അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് കിടക്കാൻ അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പുറത്തുനിന്ന് പറയാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ രാവിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഞങ്ങളിതാ ഈ വഴിക്ക് അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് നടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം വീടുകളും ഇവിടുത്തെ ഈ ഒരു ഏരിയയിലുള്ള കുഞ്ഞു കുഞ്ഞു ആദിവാസി കോളനികൾ, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ ആൾക്കാരുടെ വീടൊക്കെ കണ്ടു. ഇനി നമുക്ക് ഇവിടേക്ക് പോയി നോക്കാം. ഇവിടെ രാവിലെ തന്നെ ക്യാരംസ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് കുറേ ടീംസ്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോയി നോക്കാം. എല്ലാരും ഹായ് പറയോ? ഒരു ഹായ് പറയ്. അങ്ങനെ മെല്ലെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെയും വെള്ളത്തിലേക്ക് ഇറങ്ങിട്ടോ. രാവിലെ ആണെന്നുണ്ടെങ്കിലും പൂളിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. വലിയച്ഛനും ടീംസും എല്ലാവരും കൂടെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ തൊട്ടിട്ട് ഭയങ്കര ആഹ്ലാദ പ്രകടനങ്ങളും കളികളും. ഇതൊക്കെ കുറച്ചു നേരം വെള്ളത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് മരവിച്ച് പോകുന്ന രീതിക്കുള്ള തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങളുടെ പല്ലൊക്കെ കടകടാന്ന് വിറക്കിയായിരുന്നു. വെള്ളത്തിലിറങ്ങി കുറച്ച് കഴിയുമ്പോൾ വിശപ്പ് താനെ വന്നോളും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. വെള്ളയപ്പവും മുട്ടക്കറിയും ഒരു നല്ല ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടെ വയറൊക്കെ ഫുള്ളാക്കി. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം ഇറങ്ങാൻ പോവാണ്. സമയം 11 മണിയായി. സോ ഞങ്ങൾക്ക് വെക്കേറ്റ് ചെയ്യാനുള്ള ടൈമാണിത്. അപ്പോൾ എല്ലാവരും ബാഗൊക്കെ ആയിട്ട് ഇത് ഇറങ്ങാൻ നിൽക്കുകയാണ്. സോ അപ്പോൾ വണ്ടിയിൽ ഞങ്ങൾ ബാഗൊക്കെ കയറ്റി വെച്ചു. സോ ഞങ്ങൾ പോകാൻ പോവാണ്. വന്ന സമയത്ത് എല്ലാവരുടെ മുഖത്ത് നല്ല ഹാപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ നിന്ന് ഏകദേശം ഇറങ്ങാനുള്ള സമയമൊക്കെ ആയപ്പോഴേക്കും എല്ലാവരെയും മുഖമൊക്കെ മെല്ലെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോവാണല്ലോ. കാരാപ്പുഴ ഡാമിലാണുള്ളത്. ഈ വയനാട്ടിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കോഴിക്കോട് എത്തുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് വീടെത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഒരു പ്ലാനാണ്. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒന്ന് കയറി എന്തെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ കാരാപ്പുഴ ഡാമിലെത്തി. കുറേ നേരം ഇതിലൂടെയൊക്കെ തേരാപ്പാര നടന്ന് കളിച്ചു. നല്ലൊരു വ്യൂ ആയിരുന്നു. അധികം ഞങ്ങൾക്ക് മഴയൊന്നും കിട്ടിയില്ല. നല്ലൊരു വെയിലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മെല്ലെ ചുരം ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങുമ്പോഴും എല്ലാവരുടെയും മുഖം ഭയങ്കര ശോകമായിരുന്നു ഗൈസ്. അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെയും വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചുരത്തിൻ്റെ താഴെയുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മന്തിയാണ് ഗൈസ് കഴിച്ചത്. എനിക്കൊന്നും ഞാൻ കുറേ കാലത്തിന് ശേഷം കഴിക്കുകയാണ് മന്തി. അടിപൊളി മന്തിയായിരുന്നു, ഒരു രക്ഷയില്ല. നല്ല സൂപ്പർ മന്തിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബസ്സിലൊക്കെ കയറി ഒരു ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ഏകദേശം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പിരിഞ്ഞു. ഓരോരുത്തരുടെ വീട്ടിലേക്കൊക്കെ പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.